കുഞ്ഞെ, മനസ്സുകൊണ്ട് പോലും നീ എന്നെ വെറുക്കരുത്, ശപിക്കരുത്. നാം ഒരു ഗുരു മാത്രമല്ല, പിതാവ് കൂടിയാണ്. ഗുരു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പറയാം. അപേക്ഷിക്കുകയാണെന്നോ അല്ലെങ്കിൽ ആജ്ഞാപിക്കുകയാണെന്നോ ധരിച്ചോളൂ. വേണമെങ്കിൽ ശിഷ്യനോട് ഗുരുദക്ഷിണ ഇരന്നു വാങ്ങുന്ന ഗുരുവിന്റെ അല്പത്തരമെന്നോ നിവൃത്തികേടെന്നോ വിശേഷിപ്പിച്ചോളൂ. ദത്താത്രേയ, നീ നമ്മുടെ മകൾ ലീലയെ വരിക്കണം, പത്നിയായി സ്വീകരിക്കണം. ഗുരു, ഇതിലും ഭേദം അങ്ങേക്കെന്നെ. അരുത്. അവിവേകമാണ് നാം പറഞ്ഞതെന്നറിയാം. എന്നാൽ പക്ഷേ ഇത് നിസ്സഹായനായ ഒരു പിതാവിന്റെ അപേക്ഷയാണ്. നിന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ എൻ്റെ മകളെയും സ്നേഹിക്കുന്നു. എന്നെ പോലെയോ എന്നെക്കാളുമെന്നോ വിശേഷിപ്പിച്ചോളൂ. ഗുരു, അങ്ങയുടെ ഈ കണ്ണുനീർ തുള്ളികളിൽ നിന്നും ദത്താത്രേയൻ ഒരു പാഠം കൂടി പഠിക്കുന്നു. സ്നേഹം. സ്വന്തം രക്തത്തെ സ്നേഹിക്കുന്നത് ഒരിക്കലും സ്വാർത്ഥതയല്ല. ആ സ്നേഹത്തിന് അതിർവരമ്പുകളില്ല എന്നും നാം മനസ്സിലാക്കുന്നു. ഒരു ശിഷ്യനെ ഓർത്ത് ഗുരുവിന്റെ കണ്ണിൽ നിന്നും സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും കണ്ണീരിറ്റി വീഴാം. അത് സങ്കടം കൊണ്ടാണെങ്കിൽ ശിഷ്യൻ പാപിയായി തീരും. അതുകൊണ്ട് ഇതാ, ഗുരുവിന്റെ ആജ്ഞകൾ അനുസരിക്കുന്ന ഒരു മാതൃകാ ശിഷ്യനായി ദത്തന്റെ ശിഷ്ടജീവിതം അങ്ങയുടെ പാദങ്ങളിൽ നാം സമർപ്പിക്കുന്നു. സ്വീകരിച്ചാലും എന്നെ അനുഗ്രഹിച്ചാലും. വിജ്ഞാനത്തിന്റെ വെളിച്ചം വീശേണ്ട ഗുരു തന്നെ അജ്ഞാനത്തിന്റെ ഇരുളിലേക്ക് ശിഷ്യനെ തള്ളിവിടുന്നു. ഭഗവാനെ, എന്തു പറഞ്ഞാണ് നാം നിന്നെ അനുഗ്രഹിക്കേണ്ടത്? ദീർഘായുഷ്മാൻ ഭവ എന്നോ മംഗളം ഭവന്തു എന്നോ? എനിക്കറിയില്ല ദത്ത. ലീലേ, എന്തായി പിതാവേ? നിന്റെ വാശി വിജയിച്ചിരിക്കുന്നു മകളെ. ഗുരുവിന്റെ വാക്കുകൾ അനുസരിക്കാൻ ഹതഭാഗ്യനായ നമ്മുടെ ശിഷ്യൻ തീരുമാനിച്ചു. ദത്തൻ വിവാഹത്തിന് സമ്മതിച്ചു. ഈശ്വര, നീ എന്റെ പ്രാർത്ഥന കേട്ടു. ഈശ്വരന്റെ തീരുമാനം എന്താണെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ മകളെ. എന്തായാലും ദത്തൻ സമ്മതിച്ചല്ലോ. ഇനി എത്രയും പെട്ടെന്ന് വിവാഹത്തിനുള്ള ഏർപ്പാട് ചെയ്യൂ പിതാവേ. മകളെ, ഒരു പുനർചിന്തനത്തിന് ഇനിയും സമയമുണ്ട്. നമ്മുടെ നിർബന്ധം കൊണ്ടാണ് ദത്തൻ വിവാഹത്തിന് സമ്മതിച്ചത്. അത് സാരമില്ല പിതാവേ.
കാലം മായ്ക്കാത്ത മുറിവുകളില്ലല്ലോ. ദത്തനോടുള്ള എന്റെ സ്നേഹം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കുമ്പോ ദത്തൻ എന്നെയും സ്നേഹിച്ചുകൊള്ളും. ഇപ്പോഴുള്ള നീരസങ്ങളെല്ലാം അപ്പൊ മാറുകയും ചെയ്യും. പ്രണയത്താൽ നീ അന്ധയാണ് മകളെ. ജീവിതമെന്ന യാഥാർത്ഥ്യത്തിന് മുമ്പിൽ പ്രണയത്തിന്റെ കാൽപ്പനികത നഷ്ടപ്പെടുമ്പോൾ തിരിച്ചു പിടിക്കാനാവാത്ത വിധം ജീവിതം കൈവിട്ടു പോയിരിക്കും. പിതാവേ, അങ്ങ് തന്നെ പറഞ്ഞു ഞാൻ പ്രണയത്താൽ അന്ധയാണെന്ന്. അത് പൂർണ്ണമായും സത്യമാണ്. എന്റെ മനസ്സ് നിറയെ ദത്തനോടുള്ള പ്രണയം മാത്രമാണ്. ഇപ്പോ അങ്ങ് എന്തു പറഞ്ഞാലും അതൊന്നും ഈ കർണത്തിനപ്പുറം സഞ്ചരിക്കില്ല. ദയവായി അങ്ങ് വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിയാലും. ശരി മകളെ, ഇനി ഞാൻ എന്തു പറയാൻ? എല്ലാം വിധി പോലെ നടക്കട്ടെ. ഇത് ബ്രാഹ്മവിവാഹമാണ്. പുരുഷന്റെ കുലഗുണത്തെയും ശീലഗുണത്തെയും മാനിച്ച് അവന് കന്യകയെ ദാനം ചെയ്യുന്ന വിവാഹാചാരം. ഇനി സാക്ഷാൽ കൈലാസനാഥനെ ആചാര്യനായി സങ്കല്പിച്ച് ലീല ദത്തന് വരണമാല്യം അണിയിക്കൂ. ഇനി ദത്തൻ ലീലയെ വരണമാല്യം ചാർത്തു. ആരവമില്ലാതെ ആഘോഷമില്ലാതെ ആർഭാടരഹിതമായിട്ടാണ് ഈ വിവാഹം നടന്നത്. എങ്കിലും നിങ്ങളുടെ ജീവിതം എന്നും ആഘോഷപൂർണമായിരിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നാം ഇനിയുള്ള ജീവിതം ഭഗവാനിൽ മാത്രമായി അർപ്പിച്ച് ജീവിച്ചു തീർക്കാൻ ആഗ്രഹിക്കുന്നു. അതിനായി കൈലാസത്തിലേക്ക് യാത്രയാവുകയാണ്. നിങ്ങൾക്ക് മംഗളങ്ങൾ നേരുന്നു. ഇനിയെല്ലാം ഈശ്വരഹിതം പോലെ സംഭവിക്കട്ടെ.
ചിന്തിച്ചു കൂട്ടുന്നത്? ഏയ്, ഒന്നുമില്ല. ദേ, ഈ പാല് കുടിച്ചോളൂ. വേണ്ട. അതെന്താ വേണ്ടാത്തത്? ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ? ഒരു താപസന് എന്താ ആദ്യ രാത്രി? അവന് രാത്രിയും പകലുമല്ല ഒരു ചിന്തയേ ഉള്ളൂ, ഈശ്വരൻ എന്ന ചിന്ത. ലീലേ, എന്തിനാ അതൊക്കെ എടുത്തോണ്ട് പോകുന്നത്? ഇനിയിപ്പോ ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. എന്നാര് പറഞ്ഞു? ആര് പറയാൻ? അല്ലെങ്കിൽ തന്നെ പറയേണ്ട കാര്യം എന്താ? ഇതൊക്കെയും ഒരു അഭിശപ്ത ജീവിതത്തിന്റെ അവശിഷ്ടങ്ങളല്ലേ? ഇവയൊക്കെ ഇനിയും എന്തിനാ സൂക്ഷിക്കുന്നത്? ലീല എന്താ പറഞ്ഞത്? അഭിശബ്ദ ജീവിതമെന്നോ? താപസ ജന്മം അഭിശബ്ദ ജന്മമാണെന്ന് പറയാൻ ലീലയ്ക്ക് എങ്ങനെ നാവ് പൊന്തി? ലീലയും താപസകുലത്തിൽ പിറന്നവളല്ലേ? അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ ഒരിക്കലും ഒരു സർവസംഘ പരിത്യാഗിയായി ജീവിക്കാൻ ഞാൻ ഒരുക്കമായിരുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. നോക്കൂ, ജീവിതം ഒരിക്കലേ ഉള്ളൂ. അത് ആസ്വദിക്കാനുള്ളതാണ്, ആനന്ദിക്കുവാനുള്ളതാണ്. ഇന്ന് നമ്മുടെ പ്രഥമ രാത്രിയാണ്, അത് മറക്കണ്ട. എന്താ എന്താ ദത്ത ഇങ്ങനെ? ബ്രഹ്മചര്യത്തിൽ നിന്നും ആചാരപരമായേ ഞാൻ മാറിയിട്ടുള്ളൂ. മനസ്സും ശരീരവും ഇപ്പോഴും ബ്രഹ്മചര്യ നിഷ്ഠയിൽ തന്നെയാണ്. ലജ്ജാവഹമാണ് അങ്ങയുടെ വാക്കുകൾ. അങ്ങിപ്പോൾ എന്റെ പതിയാണ്. ബ്രഹ്മചര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ലജ്ജ തോന്നുന്നില്ലേ അങ്ങയ്ക്ക്? ലീലയുടെ വാക്കുകൾ അതിര് കടക്കുന്നു. ഞാൻ അങ്ങയുടെ പത്നിയാണ്. ഈശ്വരൻ സാക്ഷിയായി അങ്ങ് പാണിഗ്രഹണം ചെയ്തവൾ. എന്റെ ആഗ്രഹങ്ങളെ സബലീകരിച്ചു തരേണ്ടത് പതി എന്ന നിലയിൽ അങ്ങയുടെ ഉത്തരവാദിത്തമാണ്. നിർത്തൂ. എത്ര മ്ലേച്ഛവും അധമവുമാണ് ലീലയുടെ ചിന്തകൾ. എന്റെ ഗുരുവിന്റെ മകൾ തന്നെയാണോ നീ? ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് അറപ്പ് തോന്നുന്നില്ലേ ലീലേ? ഞാനെന്തിനു അറയ്ക്കണം? അങ്ങയുടെ പട്ടമഹിഷിയാണ് ഞാൻ. ഒരു ഗുരുവിന്റെ നിസ്സഹായതയ്ക്ക് മുന്നിൽ സ്വയം ബലിയർപ്പിക്കപ്പെട്ടവനാണ് ഞാൻ. നിന്നെ പത്നിയായി സ്വീകരിച്ചോളാമെന്ന് അദ്ദേഹത്തിന് വാക്ക് നൽകും വരെ എന്റെ മനസ്സിൽ നിന്റെ സ്ഥാനം ഒരു സഹോദരിയുടേതായിരുന്നു. ആ സഹോദരിയിൽ നിന്ന് പത്നിയായി നിന്നെ ഉൾക്കൊള്ളുന്ന അവസ്ഥയിലേക്ക് എന്റെ മനസ്സിനെ പരുവപ്പെടുത്തിയെടുക്കാൻ ഏറെക്കാലം വേണ്ടിവരും. അതുവരെ എനിക്ക് ആത്മീയതയിൽ തന്നെ തുടരേണ്ടി വരും. ഈശ്വരനിലേക്കുള്ള എന്റെ വഴി നീ തടസ്സപ്പെടുത്തരുത്. എന്നെ സങ്കടക്കടലിൽ ആഴ്ത്തിയിട്ട് ദൈവ വഴി തേടിപ്പോകാനാണ് അങ്ങയുടെ ഉദ്ദേശമെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. അത് നടക്കാൻ അങ്ങയുടെ പട്ടമാഷി എന്ന നിലയിൽ ഞാൻ അനുവദിക്കില്ല. ഒരു ശിലാതുല്യായി ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. ലീലേ, നീ എന്താ എന്നെ മനസ്സിലാക്കാത്തത്? നീ എന്നെ സ്നേഹിച്ചു എന്ന് പറയുന്നത് സത്യം തന്നെയല്ലേ? എനിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ വരെ തയ്യാറായവളല്ലേ നീ? എന്നിട്ടും എന്തേ ഇങ്ങനെ? എങ്ങനെ എങ്ങനെയെന്ന് വ്യക്തമായി പറയൂ. ഞാൻ അങ്ങയെ സ്നേഹിച്ചു എന്നത് സത്യം, പരമമായ സത്യം. പക്ഷേ അങ്ങ് പട്ടമഹിഷിയായ എന്നോട് കാണിക്കുന്നതോ വഞ്ചന, കൊടിയ വഞ്ചന. കടപ്പാടിന്റെ പേരിൽ അങ്ങ് ധർമ്മം നിറവേറ്റി. എന്നിട്ട് ആദർശം പുലമ്പി പൂർവമാർഗത്തിലേക്ക് തന്നെ മടങ്ങാൻ തുടങ്ങുന്നു. അങ്ങേക്ക് വേണ്ടി ഞാൻ സഹിച്ച ത്യാഗങ്ങളോ അനുഭവിച്ച ദുഃഖങ്ങളോ
അതിനെയൊക്കെ എന്ത് ന്യായം ചൊല്ലി വിളിക്കൂ അങ്ങ്? നീ എന്ത് പറഞ്ഞാലും ഒന്ന് ഞാൻ പറയാം. ഒരിക്കലും ഒന്നാകാൻ കഴിയാത്ത രണ്ട് ധ്രുവങ്ങളിലാണ് നമ്മൾ ഇരുവരും. നമ്മുടെ യാത്ര ഇരു ദിശകളിലേക്കാണ്. അകന്നേ മതിയാകൂ. അകലാനല്ല ഞാൻ അടുത്തത്, ഒന്നാകാൻ, ഒരുമിച്ച് കഴിയാൻ, അങ്ങയുടെ പട്ടമഹിഷിയായി ജീവിക്കാൻ. പട്ടമഹിഷി പട്ടമഹിഷി പട്ടമഹിഷി, അതിന്റെ അർത്ഥം അറിയാമോ നിനക്ക്? പട്ടമഹിഷിയുടെ മനുഷ്യഭാവത്തെക്കാൾ നിനക്ക് ചേരുന്നത് മഹിഷിയുടെ വന്യഭാവമാണ്, മൃഗീയ സ്വഭാവമാണ്. ആത്മാർത്ഥമായ ഗുരുശിഷ്യ ബന്ധമാണ് നീ കാരണം തകർക്കപ്പെട്ടത്. ആ വേദനയാൽ നീറി ഒടുങ്ങുകയാണ് ഞാൻ. ഇനി വയ്യ. നിന്റെ അഹങ്കാരം അത് ഇവിടെ ശമിക്കാൻ പോകുന്നു. ഈ നിമിഷം മുതൽ സർവരാലും വെറുക്കപ്പെടുന്ന ഒരു മഹിഷിയായി മാറട്ടെ നീ. ഇത് ദത്താത്രേയൻ തപം കൊണ്ട് നേടിയ വരബലത്താൽ നിനക്ക് മേൽ തറയ്ക്കുന്ന ശാപം, ഉഗ്രശാപം. തത്വശാസ്ത്രത്തെക്കാൾ വലിയ വെളിപാടാണ് ഭക്തിയുടെ സംഗീതം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ നമോ നമഃ ശരണമേ. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ നമോ നമഃ. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം പഞ്ചസ്യധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം
मम मङ्गलम् श्रुतिशिरोलङ्कारज